നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളിൻ. കണ്ടോ ഉണ്ട, കഴുത്തിലാണ് ഉണ്ട, ഇപ്പിടെ നെഞ്ചിലാണ് വിങ്ങൽ. മോനെ കണ്ടോ, ദിവിടെയാണ് ഉണ്ട, ദവിടെയാണ് ഉണ്ട. സത്യത്തിൽ എവിടെയാണ് ആ ഉണ്ട? അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപിയുടെ കഴുത്തിൽ തറച്ച ഉണ്ടയും ആര്യച്ചിയുടെ മെമ്മറി കാർഡും രണ്ടും ഉത്തരമില്ലാത്ത ഉണ്ടയില്ല വെടിയാണ്. ഓഹോ, അപ്പൊ വെടി വെച്ചവനും വെടി വെപ്പിച്ചവനും കുഴപ്പമില്ല, കഴുത്തിൽ ഉണ്ട കയറിയ ചിറ്റപ്പനാണല്ലേ കുറ്റക്കാരൻ? കോടതി ശരിയല്ല, കോടതിക്കെതിരെ കേസ് കൊടുക്കണം മുഖ്യ. ചിറ്റപ്പന് കലിപ്പ് തീരണില്ലല്ലോ അങ്ങോട്ട്. ഉണ്ടയില്ല കഥയിലെ ഉണ്ടയുടെ പിതൃത്വത്തിൽ നിന്ന് കെ സുധാകരൻ സേഫ് സോണിലായതോടെ ചിറ്റപ്പന്റെ കണ്ണ് ചുവക്കണ്, പല്ല് കടിക്കണ്, മുഷ്ടി ചുരുട്ടാണ്. അല്ല പിന്നെ നെഞ്ചത്ത് കയറേണ്ട ഉണ്ടയാണ് ചിറ്റപ്പൻ കഴുത്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തത്. ചിറ്റപ്പന്റെ കിഡ്നി ടച്ചിങ് സ്റ്റോറിയാണ് ആ ഉണ്ടയില്ല വെടി. സുധാകരൻ നൈസ കേസിൽ നിന്ന് ഊരിയിട്ടും ചിറ്റപ്പന് വേണ്ടി രണ്ട് വാക്ക് മിണ്ടാൻ വാ തുറക്കാത്ത CPM നേതൃത്വമേ കൂടെ നിന്ന് കോൺക്രീറ്റ് ഇട്ടല്ലേ ചിറ്റപ്പൻ കുണ്ഠിതപ്പെട്ട് നടക്കുകയാണ്. ഹോ, ഗുണ്ടേതായാലും അവിടെ ആകാഞ്ഞത് കാര്യമായി. ഹില്ലയിൽ സർക്കാർ കടലാസിൽ എങ്ങനെ എഴുതിയേനെ ഇത്? വെക്കടാ വെടിയെന്നും പറഞ്ഞു പോയി നിന്നതാ. എന്തോ ഭാഗ്യത്തിന് അരിപ്പയായില്ല, അല്ലെങ്കിൽ AKG ഇല്ലത്തിന് സ്വന്തമായി ഒരു ചെരിഞ്ഞ ഗോപുരം കിട്ടിയേനെ. അത് ഇരിപ്പതായി പോയേനെ. മരണത്തിൽ നിന്ന് ഉണ്ടപ്പാട് മാത്രം വ്യത്യാസത്തിലാണ് ഇൻഡിഗോ ചിറ്റപ്പൻ രക്ഷപ്പെട്ടത്. ആ ട്രെയിനിൽ വെച്ച് പാച്ചത് ബ്രണ്ണൻ കോളേജിൽ അല്ലാത്തോണ്ട് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ പോയ ഹീറോയിസം ഒന്നും പറയാനില്ല. എന്നാൽ ഓടുന്ന ട്രെയിനിൽ വെടിയുണ്ടയെ കഴുത്ത് വെച്ച് ബ്ലോക്ക് ചെയ്ത ഹീറോയിസം പറയാനുണ്ട്. ഇതല്ലേ മക്കളെ കട്ട ഹീറോയിസം. ഏത് വേദിയിൽ കയറിയാലും ചിറ്റപ്പൻ ആ വേദനിപ്പിക്കുന്ന ഉണ്ടക്കഥ പറയാനുണ്ട്. എന്നാ ഒരു ഹീറോയിസം ആയിരുന്നേ അത്. സഹി കേട്ട് എവിടെടോ ഉണ്ടയെന്ന് കെ സുധാകരൻ ചോദിച്ചു. ദേഹത്തുണ്ടയുണ്ടെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയ ജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്ന് ഒടുവിൽ സുധാകരൻ അങ്ങ് പ്രഖ്യാപിച്ചു. അവസാനത്തെ അടവ് ചിറ്റപ്പന്റെ വായടപ്പിക്കാൻ. വെടിയുണ്ട പോയിട്ട് അരിയുണ്ട പോലും ഇല്ലാത്തോണ്ടാണോ എന്തരോ ആ വെല്ലുവിളികൾ ചിറ്റപ്പൻ ഏറ്റെടുത്തിട്ടില്ല. പോടാ കൊച്ചിർക്കാന്ന് ഓടിച്ചു. അങ്ങനെ ചിറ്റപ്പനും സുധാകരനും പരസ്പരം ഉണ്ടയില്ല വെടി പൊട്ടിച്ച് ഇങ്ങനെ പോകുമ്പോൾ കോടതി ഇടപെട്ടു. ഇനി ഈ ഉണ്ടയില്ല കഥ ഇവിടെ എവിടെങ്ങാനും കേട്ടാലുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ ചെവിക്കുറ്റിക്ക് താങ്ങുമെന്ന്. അങ്ങനെ വിശാല ഹൃദയരായ കോടതി സുധാകർജിയെ കേസിൽ നിന്ന് വെറുതെ വിട്ടു. ആഹാ, അന്ന് തുടങ്ങിയ കലിപ്പാണ് ചിറ്റപ്പന്. എന്റെ ഉണ്ട ദൈവങ്ങളാണേ, ഓനെ ഞാൻ വെറുതെ വിടൂല എന്ന്. കങ്കക്കലി കയറിപ്പോയി. ഇനി പിടിച്ചാൽ കിട്ടൂല ചിറ്റപ്പനെ. ഒരുണ്ടക്കാരന് എന്തെല്ലാം പീഡനങ്ങൾ ചിറ്റപ്പൻ സഹിക്കേണ്ടി വന്നു. പെടലിക്ക് ബെൽറ്റ് ഇട്ടു, നാട്ടാര് പെടലി എന്ന് പരിഹസിച്ചു. പാർട്ടിക്ക് വേണ്ടി കഴുത്തിൽ വെടിയേറ്റിട്ട് എന്തായി? പാർട്ടിയും തേച്ചു. തേച്ചില്ലേ പാർട്ടി, തേച്ചില്ലേ പാർട്ടി, തേപ്പ് വെട്ടി പോലെ വന്നിട്ട്. ഇൻഡിഗോ ചിറ്റപ്പൻ ഗോവിന്ദൻ മാമനോടാണ് കലിപ്പുള്ളത്. സുധാകരൻ കേസിൽ രക്ഷപ്പെട്ടിട്ടും പാർട്ടിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലല്ലേ അവരുടെ മുന്നോട്ട് പോക്ക്. ചിറ്റപ്പന്റെ കിഡ്നി ടച്ചിങ് സ്റ്റോറി പാർട്ടിക്കിപ്പോൾ വെറും ഒരു ഉണ്ടയില്ല കഥയാണത്രേ. ബോംബ് പൊട്ടി ദിവംഗതരായവർക്ക് സ്മാരകം പണിയാൻ കാണിച്ച ശുഷ്കാന്തി പോലും എൻ്റെ കഴുത്തിലെ ഉണ്ടയോട് കാണിച്ചില്ലല്ലോ ഗോവിന്ദാന്ന് ചിറ്റപ്പന്റെ വിഷമം. ഭഗബോക്കെയാണല്ലേ ഗോവിന്ദ. ചിറ്റപ്പൻ ആകെ വിഷയമായിട്ട് നിൽക്കുവാന്നേ ഇത്. മുഖ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവിടെയാണ് പ്രശ്നം. എന്നോടിത് വേണ്ടായിരുന്നു പിണറായി, ഇങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ കഴുത്തിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയത്. ഹോ, തേപ്പായി പോയി അല്ലേ? അല്ലാത്ത തേപ്പായി പോയി മുഖ്യ. അത് നിങ്ങൾ താമര പിടിച്ചിരുന്നേൽ ഒരു ഉണ്ടയ്ക്ക് 10 ഉണ്ടയായോ അവർ തിരിച്ചു കൊടുത്തേനെ. പോയി കാണിച്ചിട്ടപ്പാ ശോഭാ സുരേന്ദ്രനെ. ശോഭച്ചി വെയിറ്റിംഗ് ആണ് അവിടെ. കഴുത്തിൽ ഉണ്ട കയറിയിട്ടും ആ വിപ്ലവ വീര്യം ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല ചിറ്റപ്പന്. ആ ഉണ്ടയുടെ ചെറിയ ഒരു കഷ്ണം ഇപ്പോഴും കഴുത്തിലുണ്ട്. ഗോവിന്ദന് പറ്റുമോ ഇതുപോലത്തെ ഹീറോയിസം കാണിക്കാൻ? അപ്പൻ ചുടുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ ഇത്. ചിറ്റപ്പൻ ഇതൊക്കെ നിസ്സാരം. ചിറ്റപ്പനെ കൊണ്ടേ ഇതിനൊക്കെ സാധിക്കുള്ളൂ. നിസ്സാരം. വെടിയുണ്ടകൾക്കിടയിലൂടെ നടന്നവനാടാ. വെടിക്കെട്ടുകാരനെ ഊടുകോട്ടി പഠിപ്പിക്കാൻ നിൽക്കല്ലോ കേട്ടോ സുധാകര, അന്നെ ഞാൻ വിടൂല്ല. വെടിയുണ്ടക്കിടയിലൂടെ നടന്ന EP പിണറായിക്ക് ഒരു വെല്ലുവിളിയാകും. മറ്റേ ഊരിപ്പിടിച്ച വാള്. ഗോവിന്ദ, ഇനി ഓനെ വളരാൻ അനുവദിച്ചുകൂടാ. അല്ല പിന്നെ ഇനിയുണ്ട് ഇതുപോലത്തെ കുറെ ഉണ്ടയില്ല കഥകൾ. അപ്പോൾ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നിങ്ങൾ വിഷമിക്കരുത്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടായിരിക്കുന്നതല്ല. നാട്ടിലൊക്കെ പോയി അവിടുത്തെ ക്ഷേമം ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പം ശരി.